ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. രാജ്യത്തെ വൈദ്യുത മീറ്ററുകളിൽ വൻ മാറ്റം വരുന്നു. 2019 ഏപ്രിൽ 1 മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രീപെയ്ഡ് വൈദ്യുത മീറ്ററുകൾ ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത്. നിലവിലെ മീറ്ററുകളുടെ സ്ഥാനത്ത് അത്യാധുനിക ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മീറ്ററുകൾ കൊണ്ടുവരും. വൈദ്യുത ഉപയോഗം കുറയ്ക്കാനും മേഖലയിലെ തൊഴിൽ വെട്ടിച്ചുരുക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് സിമ്മിന്റെ രൂപത്തിലാണ് വൈദ്യുത മീറ്ററുകളും റീചാർജ് ചെയ്യുക. ഇത് സംബന്ധിച്ചുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകും. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി RK സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. DTH സംവിധാനം പോലെ റീചാർജ് ചെയ്യാവുന്ന മീറ്ററുകളാണ് വരിക. ആവശ്യത്തിന് തുക നേരത്തെ അടച്ച് റീചാർജ് ചെയ്യാം. റീചാർജ് തുക കഴിഞ്ഞാൽ ഫ്യൂസ് ഊരാനൊന്നും അധികൃതർ വരില്ലെന്ന് ചുരുക്കം. വീണ്ടും വൈദ്യുതി ലഭിക്കണമെങ്കിൽ ഉപഭോക്താവിന് നൽകുന്ന കാർഡ് റീചാർജ് ചെയ്യേണ്ടി വരും. മൊബൈൽ ഫോൺ പോലെ തന്നെ വൈദ്യുതിയും ഉപയോഗിക്കേണ്ടി വരും. റീചാർജ് ചെയ്ത തുക തീർന്നു പോകുമെന്ന ഭയത്താൽ മിക്കവരും കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. ഇതിനു പുറമെ മീറ്റർ റീഡർമാരുടെ തൊഴിലും ഒഴിവാക്കാനാവും. രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച പദ്ധതിയാണിത്. കേരളത്തിലും ഇതിനായി ടെൻഡർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ഉപയോഗം സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ ഉപഭോക്താവിന് നൽകും. ഇതിലൂടെ അനാവശ്യ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. അതേസമയം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രം റീചാർജ് മീറ്റർ നൽകിയാൽ മതി എന്ന നിർദ്ദേശവുമുണ്ട്. രാജ്യത്താകെ 2.26 കോടി പുതിയ വൈദ്യുത മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര കണക്ക്. വൈദ്യുത മീറ്ററുകൾ കൃത്യമായി കണക്കാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രശ്നങ്ങളാണ് പുതിയ മീറ്ററുകൾ കൊണ്ടുവരാൻ കാരണം. ഉപഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത്. ഇപ്പോൾ കേരളത്തിൽ 2 മാസത്തെ ബില്ലാണ് ഒന്നിച്ചു നൽകുന്നത്. ഇതിൽ 2 മാസത്തേക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത തുക നൽകണം. എന്നാൽ പുതിയ മീറ്റർ വരുമ്പോൾ ഉപയോഗിച്ച മണിക്കൂറുകൾക്ക് മാത്രം പണം നൽകിയാൽ മതിയാകും. അതേസമയം നിലവിൽ ലഭിക്കുന്ന സബ്സിഡികൾ ഒഴിവാക്കില്ല. ഇക്കാര്യത്തിൽ അതാത് സംസ്ഥാനങ്ങളിലെ വൈദ്യുത വിതരണ കമ്പനികൾക്ക് തീരുമാനമെടുക്കാം. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ തീരുമാനം ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിയേക്കും എന്നതാണ്. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ വൈദ്യുത വിതരണ കമ്പനികൾക്ക് പിഴ ചുമത്താൻ നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള വൈദ്യുത കമ്പനികളെ നിരീക്ഷിച്ച് വേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര നീക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.